നമുക്കറിയാം ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രിക്കറ്റ് കളിക്കുന്ന ആളുകളും അതുപോലെ തന്നെ ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന ആളുകളും ഇന്ത്യയിലാണ്. പക്ഷേ വേൾഡ് കപ്പിൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ അത്രത്തോളം സക്സസ്ഫുൾ അല്ല എന്ന് തന്നെ അറിയണം. ഈവൻ തോ നമ്മൾ 2 വേൾഡ് കപ്പ് നേടിയെങ്കിൽ പോലും നമ്മുടെ ഇവിടെയുള്ള ടാലൻസും ഇവിടെയുള്ള ആ ഒരു റിസോഴ്സും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിക്ക് വലിയ വേൾഡ് കപ്പ് നമ്മൾ ഉറപ്പായിട്ട് നേടേണ്ട ഒരു സംഭവം തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെ വേൾഡ് കപ്പ് നമ്മളെല്ലാവരും വിചാരിച്ചു ഇന്ത്യ വിജയിക്കുന്നു. പക്ഷേ അവസാന നിമിഷമാണ് നമുക്ക് ആ ഒരു ട്രോഫി നമ്മളിൽ നിന്ന് കൈവിട്ടു പോകുന്നത്. ആ ഒരു വേൾഡ് കപ്പ് നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് രോഹിത് ശർമ്മ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ആ ഒരു സെമി ഫൈനൽ വിജയിച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്ത് കാരണത്താലായിരിക്കും ഞങ്ങൾ ഈ ഒരു ഫൈനലിൽ പരാജയപ്പെടാൻ പോകുന്നതെന്ന്. ഞാൻ അങ്ങനെ ചിന്തിച്ചപ്പോൾ പരാജയപ്പെടാനുള്ള ഒരു കാരണവും എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല. കാരണം അത്രത്തോളം ക്ലിയർ ആയിരുന്നു ആ ഒരു ഇന്ത്യൻ ടീം എന്നാണ് രോഹിത് ശർമ്മ പറയുന്നത്. പക്ഷേ ഒരു മോശം ദിവസം എല്ലാവർക്കും ഉണ്ടായിരിക്കുമെന്നാണ് രോഹിത് ശർമ്മ പറയുന്നത്. ആ ഒരു മോശം ദിവസം അന്നായിരുന്നു എന്നും അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. എങ്കിൽ പോലും ആ ഒരു ദിവസം താങ്കൾ വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്തിരുന്നു എന്നാണ് രോഹിത് ശർമ്മ പറയുന്നത്. പക്ഷേ ഞങ്ങളെക്കാളും കുറച്ചുകൂടെ മികച്ച രീതിയിൽ ഓസ്ട്രേലിയ പെർഫോം ചെയ്തു. പക്ഷേ അവർക്കതൊരു നല്ല ദിവസവും കൂടിയായിരുന്നു. അങ്ങനെയാണ് അവർ വേൾഡ് കപ്പ് ജയിച്ചത്. അല്ലെങ്കിൽ തങ്ങൾ ആ ഒരു വേൾഡ് കപ്പ് പരാജയപ്പെടാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു എന്ന് രോഹിത് ശർമ്മ അവിടെ പറയുന്നുണ്ട്. സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.